നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയതിനെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ എറണാകുളം സ്വദേശിയുടെ വാർത്ത അത് നമ്മളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ ന്യൂസ് 3-ൽ സുരക്ഷിതമായ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കൊപ്പം അതിഥികളായി ഡെർമറ്റോളജിസ്റ്റുകളായ ഡോക്ടർ ബസന്ത് പോൾ, ഡോക്ടർ മുഹമ്മദ് റസ്മി എന്നിവർ ചേരുന്നു. ആദ്യം ഞാൻ ഡോക്ടർ ബസന്തിലേക്ക് പോവുകയാണ്. ഡോക്ടർ ബസന്ത്, സ്വാഗതം ന്യൂസ് 3-ലേക്ക്. നമ്മൾ വലിയ ആശങ്കയിലാണ് ഈ ഒരു വാർത്ത കേട്ടത് മുതൽ. കാരണം ഒരുപാട് പേർ ഇപ്പോൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് കൂടിയാണത്. എന്താണ് ഡോക്ടർ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ കേട്ട എറണാകുളം സ്വദേശിയുടെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി ഇപ്പോഴും മടങ്ങിയെത്തിയിട്ടില്ല, പക്ഷെ ആ സർജറി ചെയ്തത് അല്ലെങ്കിൽ ആ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊസീജിയർ ചെയ്തത് ഒരു ദന്തിസ്റ്റാണ് എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ആരാണ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് ചെയ്യേണ്ടത്? ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ NMC ഗൈഡ് ലൈൻസ്, നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഗൈഡ് ലൈൻസ് ഇറക്കിയായിരുന്നു. അതിന്റെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നത് ഒന്നൊരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സർജൻ, ഇവർ രണ്ടുപേരും പ്രോപ്പർ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവർക്ക് മാത്രമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ടുള്ള ഒരു യോഗ്യത ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞപ്പം ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു നോട്ടീസ് മാത്രം ഇറക്കിയായിരുന്നു, സ്റ്റേറ്റിംഗ് ഒരു പബ്ലിക് നോട്ടീസ് ആണ്, സെയിങ് ദാറ്റ് OMFS കാർക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാമെന്ന്. പക്ഷെ ഒരു പബ്ലിക് നോട്ടീസിന് എന്ത് വാല്യൂ ഉണ്ട്, അതിന്റെ ജെനുവിനിറ്റി എന്താണെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ദാറ്റ് അപ്പാർട്ട് NMC ഗൈഡ് ലൈൻസ് ക്ലിയർ ആയിട്ട് പറയേണ്ടത് ഒരു ഡെന്റിസ്റ്റിന് ഒരു ഡെർമറ്റോളജിസ്റ്റിനും വിത്ത് അഡിക്വേറ്റ് ട്രെയിനിങ് ആൻഡ് പ്ലാസ്റ്റിക് സർജന് മാത്രമേ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ അത് അവരിറക്കിയ ഒരു പബ്ലിക് നോട്ടീസാണ്. അതിൽ അവർ അവകാശപ്പെടുന്നുണ്ട് അവർക്കത് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന്. പക്ഷെ അത് ഒരു ഗസറ്റഡ് നോട്ടീസ് അല്ലാത്തടത്തോളം അതിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ളതൊക്കെ ചോദ്യമാണ്. ഇതിപ്പോൾ അരമണിക്കൂറിൽ നമ്മൾ സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ വരും ലക്കങ്ങളിൽ നമുക്ക് അത് കൂടുതൽ വിശദമായി എടുക്കാം. എങ്കിലും ഈ ആശങ്കയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഏറ്റവും നമ്മൾ ഇപ്പോൾ പഴയ പോലെയല്ല, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളെല്ലാവരും കുറച്ച് പൈസ മുടക്കിയാലും ശരിയായിരിക്കാം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് ഒരുപാട് പേർ വരുന്നില്ല. അവർക്കെല്ലാവരും ആർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ കഴിയുക? അപ്പോൾ ഏത് പ്രായത്തിൽ ഉള്ളവർക്കാണ് ഇത് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണ്. കാരണം വെച്ചാൽ ഇന്നിപ്പോ 18 വയസ്സ് 19 വയസ്സുള്ള പിള്ളേർ പോലും വരുന്നുണ്ട്, അവർക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. പല സൈഡിൽ നിന്നും ഈ സോഷ്യൽ മീഡിയ വഴി അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അവരുടെ മുടി കുറച്ച് പുറകോട്ട് കയറുമ്പോഴേ നേരെ അവരുടെ വിചാരം ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ അതൊരു കംപ്ലീറ്റ് വൺസ് ആൻഡ് ഫോർ ഓൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ തന്നെ മുടിയെടുത്ത് കഷണ്ടി ഉള്ള സ്ഥലത്ത് റീപ്ലാന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ ഒരു കാര്യം വരുമ്പോൾ ആ ഒരു ഡോക്ടർ, ഒരു നല്ലൊരു ഡെർമറ്റോളജിസ്റ്റ് അതൊന്ന് അസസ് ചെയ്ത് ആവശ്യമുണ്ടോ ഇല്ലയോ, അതിന്റെ മുമ്പ് മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഉണ്ട്, എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ ഹെയർ പോയത്. ചുമ്മാ ഒരു ഹെയർ ഫോൾ വരുമ്പോഴേ നേരെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുവല്ല ചെയ്യുന്നത്. അപ്പൊ പല പിള്ളേർക്കും പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയില്ല. എല്ലാവരുടെയും വിചാരം ഒരു ഫൈനൽ തിങ് വൺസ് ആൻഡ് ഫോർ ഓൾ ഏറ്റവും ബെസ്റ്റ് ചെയ്യാം, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, പിന്നെ എനിക്ക് കഷണ്ടി ഇല്ലെന്ന് ഓർത്തുകൊണ്ടാണ് ആൾക്കാർ പലരും പോയി ഇത് ചെയ്യുന്നത്. പല യങ്സ്റ്റേഴ്സും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞ് ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട് ഏരിയയിൽ ഒരു ചെറിയൊരു ബോൾഡിംഗ് പാച്ച് തുടങ്ങുമ്പോഴേ അവർ പോയി ഏതെങ്കിലും ഒരു അൺക്വാളിഫൈഡ് ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു കുഞ്ഞു പാച്ച് അവർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യും. സമയം ചെല്ലുന്ന 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും കഷണ്ടി പയ്യെ പുറകോട്ട് പോകും. ഈ പുറകോട്ട് പോകുന്ന സ്ഥലത്ത് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഏരിയയിലെ ഹെയർ അവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കും, പുറകിലുള്ള ഏരിയ കഷണ്ടി വരും. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു കൊമ്പ് പോലെ ആ ഒരു ഏരിയയിൽ കാണപ്പെട്ടു വരുന്നുണ്ട്. അപ്പം ഒരു പ്രോപ്പറായിട്ട് ഡെർമറ്റോളജിസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഇനിഷ്യലി മെഡിക്കൽ മാനേജ്മെന്റ് ആവശ്യമുള്ളവർക്ക് മെഡിക്കൽ മാനേജ്മെന്റ് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഫൈനലായിട്ട് നല്ലൊരു കാൻഡിഡേറ്റ് ആണ്, ഹെയർ ഗ്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജന്റെ ഒരു ഡിസിഷന് വിട്ടുകൊടുത്ത് അവർക്കത് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. റാൻഡം ആയിട്ട് ചെയ്തു പോകേണ്ട ഒരു പ്രൊസീജിയർ അല്ല ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. ഓക്കെ ഡോക്ടർ ഈ ആന്റി ക്വാക്കറി കമ്മിറ്റി മെമ്പർ കൂടിയാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ആ ചോദ്യം കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ആര് ചെയ്യണം എന്ന ചോദ്യത്തിന് താങ്കൾ ഉത്തരം നൽകിയെങ്കിലും ഇപ്പോൾ ചെയ്യുന്നത് കൃത്യമായി അവർ തന്നെയാണോ എന്ന് ചോദിച്ചാൽ പലയിടത്തും നോ. ആ നോ വലുതാണ്. കാരണം അതിൻ്റെ എത്ര പേരുടെ ഇപ്പോൾ ഈ ഒരാൾ ഇരയായത് നമ്മൾ കേട്ടു, ഡെത്ത് അടക്കം സംഭവിച്ച വാർത്തകളുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ പറയാനുള്ളത്? ഈ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ ആരെയാണ് കാണേണ്ടതെന്നും കൃത്യമായ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനു മുൻപ് തയ്യാറെടുപ്പുകൾ നടത്തണമെന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടോ? വലിയ
കൃത്യമായ ഒരു മുന്നൊരുക്കം വേണ്ട കാര്യം കൂടിയാണോ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണ്. ആരുടെ അടുത്ത് ചെയ്യണം എന്നുള്ളത് പലർക്കും സാധാരണക്കാർക്ക് അറിയില്ലായിരിക്കും. ഏറ്റവും കൂടുതൽ ഇത് മൗത്ത് പബ്ലിസിറ്റി, അതായത് ആരെങ്കിലും അത് ചെയ്തതിന് ശേഷം അവർക്ക് ശരിയായി അതുകൊണ്ട് ഞാനും പോകുന്നു, അങ്ങനെ ആയിരിക്കും കൂടുതലും വരാറ്. ഈ പറഞ്ഞത് ശരിയാണ്. എല്ലാവരും വേർഡ് ഓഫ് മൗത്തിൽ ഒരു സ്ഥലത്ത് ഒരാൾ പോയി അവർ നല്ല കാൻഡിഡേറ്റ് ആയിരിക്കും, അവരുടെ റിസൾട്ട്സ് കണ്ട് അത് നല്ലതെന്ന് കണ്ടുകൊണ്ട് എല്ലാവരും ചാടിപ്പോയി അതേ സ്ഥലത്ത് പോയി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. അപ്പം ഒരു കൺസൾട്ടേഷൻ ഡെഫിനറ്റ്ലി ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണെന്ന് നോക്കണം. അപ്പം യൂഷ്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ട്രൈക്കോളജിസ്റ്റ്, കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞ വാക്കുകൾ മിസ്ലീഡിംഗ് ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു രജിസ്ട്രബിൾ ഡിഗ്രി അല്ല. ശരിക്കും പറഞ്ഞ NMC ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഗ്രീസ് ഉണ്ട്. അതിപ്പം ഡെർമറ്റോളജിസ്റ്റ് ആണെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഞാൻ കോസ്മെറ്റോളജിസ്റ്റ് എന്ന് എഴുതുന്നത് പോലും തെറ്റാണ്. അതൊരു രജിസ്ട്രബിൾ ഡിഗ്രി അല്ല. അപ്പം ഇത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഡിഗ്രീസ് അല്ലാണ്ട് വേറെ ഡിഗ്രീസ് ഒന്നും തന്നെ നമുക്ക് ബോർഡിൽ വെക്കാൻ പറ്റത്തില്ല. പല സ്ഥലത്തും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഡോക്ടറിന് പേര് കാണും. ഇപ്പം ഡോക്ടറേറ്റ് കിട്ടിയ ആളും ഒരു ഡോക്ടറാണ്. അപ്പം നമുക്ക് ഒരു ഡോക്ടർ എന്നുള്ള ഡിഗ്രി മാത്രം വെച്ച് അതിന്റെ പുറകിൽ അതിന്റെ സഫിക്സ് ആയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണെങ്കിൽ MD DVL, ഡെർമറ്റോളജി വെൻഡ്രോളജി ആൻഡ് ലെപ്രോളജി എന്ന് പറഞ്ഞ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡെർമറ്റോളജി ആൻഡ് വെൻഡ്രോളജി DVD എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിഗ്രി കാണും. ഇതില്ലാണ്ട് ഡിഗ്രി ഒന്നും തന്നെ വെക്കാണ്ട് ഫ്രണ്ടിൽ ഒരു ഡോക്ടറും പുറകിൽ ഒരു കോസ്മെറ്റോളജിസ്റ്റും ട്രൈക്കോളജിസ്റ്റും എന്ന് പറഞ്ഞ് വെക്കുന്ന ആൾക്കാർ കൂടുതലും ഫേക്ക് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ല, ഫേക്ക് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണ്. അപ്പം ആ ഡിഗ്രിയാണ് നമ്മൾ സെക്കൻഡ് നോക്കേണ്ടത്. ആ ഡോക്ടറിന്റെ അടുത്ത് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അന്വേഷിക്കുക, ആരാണ് സർജറി ചെയ്യുന്നത് എന്നുള്ളത് അന്വേഷിക്കുക, ആ ക്ലിനിക്സിന് വേണ്ടത്ര സ്റ്റാഫും അതിന്റെ റിക്വയർമെന്റ്സും. അത് ശരിക്കും പറഞ്ഞ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്കിൻ ക്ലിനിക്ക് നടത്തുന്ന ഒരു ഡെർമറ്റോളജിസ്റ്റ് വേണം ആ ഒരു ക്ലിനിക്കിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെയ്യുന്ന ഡോക്ടർ ആരാന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആ ഡോക്ടർ തന്നെയാണ് ചെയ്യുന്നത്, അല്ലെ ടെക്നീഷ്യൻസ് ആണോ അല്ലെ അവിടുത്തെ സ്റ്റാഫാണോ ചെയ്യുന്നത്. യൂഷ്വലി ഈ അണ്ടർ കട്ടിങ് ചെയ്ത് ഭയങ്കര റേറ്റ് കുറച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മിക്കവാറും ഒന്ന് ടെക്നീഷ്യൻസോ അല്ല മിക്കവാറും 10th സ്റ്റാൻഡേർഡ് പാസ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് അടക്കം വന്ന് ചെയ്ത് പോകുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം ഇതൊന്നും കോമൺ മാൻ അറിയുന്നില്ല. ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നൊന്നും ഒരു സിമ്പിൾ ഒരു കാര്യം ഓർത്തുകൊണ്ട് വന്ന് ചെയ്തിട്ട് പോകുന്നതാണ് ഇതിന്റെ മെയിൻ ഇഷ്യൂ. തീർച്ചയായിട്ടും ഈ ആന്റി ക്വാക്കറി കമ്മിറ്റി ഏത് രീതിയിലാണ് ആളുകളെ ബോധവൽക്കരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രവർത്തനം അത് എങ്ങനെയാണ്? അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ ഡോക്ടർ? ആന്റി ക്വാക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ഡെർമറ്റോളജിസ്റ്റ്, ഞാൻ പഠിച്ചിരിക്കുന്ന സ്കിൻ ഹെൽത്തിനെ കുറിച്ചാണ്. ഞാൻ MBBS കഴിഞ്ഞു. ഡെർമറ്റോളജിസ്റ്റ് എല്ലാം 3 വർഷം ഡെർമറ്റോളജി സ്കിൻ ഹെയർ ആൻഡ് നെയിൽസിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ പഠിച്ചിട്ടാണ് നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റ് ആയി വരുന്നത്. അപ്പൊ ഞാനിത് കഴിഞ്ഞിട്ട് നാളെ പോയിട്ട് ഒന്നെങ്കിൽ ഒരു ഡെന്റൽ റൂട്ട് കനാൽ നല്ലൊരു സംഭവം കണ്ട് ഞാനത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്നെ ക്വാക്ക് എന്ന് വിളിക്കും. ഞാൻ പഠിക്കാത്തൊരു കാര്യം ഞാൻ ഡോക്ടർ ഡിഗ്രി മാത്രം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ക്വാക്കായിട്ട് എന്നെ കൺസിഡർ ചെയ്യും. ഇതല്ലാണ്ട് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ ആരെയും, ഇപ്പം 10ാം ക്ലാസ് പഠിച്ച ഒരാള് റാൻഡം ആയിട്ട് ഇന്നിപ്പോ നാട്ടിൽ നടക്കുന്നത് ഫോറിൻ ഡിഗ്രീസിന്റെ പേരിൽ എല്ലാവരും വഞ്ചിക്കപ്പെടുന്നുണ്ട്. കുറെ പേര് കുറെ നാൾ മുമ്പ് ന്യൂസ് ഉണ്ടായിരുന്നു. ഫോറിൻ ഡിഗ്രീസിൽ ഒരു 15-day കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു കോസ്മെറ്റോളജിസ്റ്റ് ആവുന്നത്. അപ്പൊ എല്ലാവരുടെയും വിചാരം ഈ ഒരു 15-day കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യാം, അതിന്റെ ലൈസൻസ് കിട്ടിയെന്ന്. ഒരു MSME പ്രോഗ്രാമും അങ്ങനത്തെ പല പ്രോഗ്രാംസും അവർ കോസ്മെറ്റോളജി എന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം സലൂൺസിൽ ബ്യൂട്ടി പാർലറിൽ പോലും പോയി ഡെർമറ്റോളജി പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു കാര്യം ആൾക്കാരെ ബോധവൽക്കരണപ്പെടുത്താനായിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ ആന്റി ക്വാക്കറി കമ്മിറ്റി പോലും ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഈ ഒരു ന്യൂസ് ചാനൽ ഇപ്പൊ നമ്മളിപ്പോ പറയുമ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർ ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇതൊന്ന് റീചെക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. അവർ ചെയ്യുന്ന സർജറീസോ പ്രൊസീജിയേഴ്സോ ആരാണ് ചെയ്യുന്നത്, ശരിക്കും ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണോ അല്ലയോ, കോസ്മെറ്റോളജിസ്റ്റ് ട്രൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ക്വാളിഫിക്കേഷൻ എന്നാന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോൾ മോസ്റ്റ്ലി ആൾക്കാർ കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പല ക്ലിനിക്സിലും കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ ഡെർമറ്റോളജിസ്റ്റ് അല്ല. അപ്പൊ ആൾക്കാർക്ക് ഇത് അറിയത്തില്ല. ആൾക്കാർ ഇതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് അവര് തെറ്റായിട്ട് ആ ഒരു ക്ലിനിക്കിൽ ചെന്ന് ഒരു പ്രൊസീജിയർ ചെയ്യുവോ അല്ലെങ്കിൽ ഒരു അബദ്ധത്തിൽ പെടുവോ ചെയ്യാറുണ്ട് സാധാരണയായിട്ട്. അപ്പം അതിന്റെ അഗൻസ്റ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ആന്റി ക്വാക്കറി കമ്മിറ്റി മെയിൻ ആയിട്ട് ഫോം ചെയ്തതിന്റെ ഒരു റീസൺ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ മുഹമ്മദ് റസ്മി കൂടി നമുക്കൊപ്പം
ചേരുന്നുണ്ട്. അദ്ദേഹം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടർ നമസ്കാരം, സ്വാഗതം ന്യൂസ് 3യിലേക്ക്. നമ്മൾ ഈ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേർ ഇത് ചെയ്യുന്നവരാണ്. അപ്പോൾ എങ്ങനെ സേഫായി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടർ ബസന്ത് നമുക്കൊപ്പം ഉണ്ട്. ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഇത് ആരെ കാണണം എന്ന്, അല്ല ആരാണിത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെ ചെയ്യാം എന്നതിനെ കുറിച്ചായിരുന്നു ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടർ, ഇതിനെ എങ്ങനെ ഒരു സേഫായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊസീജിയറിനെ കുറിച്ചൊന്ന് പറയാമോ കൃത്യമായി? ഓക്കെ, നമസ്കാരം. താങ്ക് യു ഫോർ ആഡിങ് മീ. ആക്ച്വലി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ ആണ്. അപ്പം ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് തന്നെ ഒരു ക്ലീൻ റൂം മതിയാവാം. ഓപ്പറേഷൻ തിയേറ്ററിൽ വേണമെന്നൊന്നുമില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള സർജിക്കൽ എറ്റിക്യൂറ്റ്, ഇറ്റ്സ് എ സർജറി. ഒരു സർജറിയാണ്. നമ്മുടെ ശരീരത്തിലെ സ്കിന്നിനെ മുറിച്ചിട്ട് അതിന്റെ ആ ഒരു ഉള്ളിലേക്ക് ഏത് ബാക്ടീരിയക്കും ഏത് അണുക്കൾക്കും കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സർജറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കെയറുകളും എല്ലാ മെഷേഴ്സും ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിക്കും വേണം. അപ്പം ആൾക്കാര് കോസ്റ്റ് കുറവിന്റെ പേരിൽ, അതിൽ അറിയാത്തതിന്റെ പേരിൽ, പരസ്യത്തിന്റെ പേരിലൊക്കെ പോയിട്ട് പെടുന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞ ആ ഒരു അദ്ദേഹത്തിന്റെ തലയോട്ടിയിൽ ഉണ്ടായ കേസിൽ തന്നെ അദ്ദേഹം ഒരു പരസ്യം കണ്ടിട്ട് ആണ് പോയിന്ന് പറഞ്ഞത്. അതായത് ഒരു പരസ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മള് സാധാരണ ഒരു മറ്റ് കാര്യങ്ങൾ പറയുമല്ലോ, നമ്മൾ സർജറി കാര്യങ്ങളൊക്കെ, ഒരു ഫിസ്റ്റുല അതുപോലുള്ളതൊക്കെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിന്റെ മേലെയൊക്കെ ചെറിയൊരു നോട്ടീസ് പോലെ ഉണ്ടാവാണ്. ഇത് കോസ്മെറ്റിക് പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ പരസ്യം ചെയ്തിട്ടാണ് ആൾക്കാർ ഇതിനേക്ക് പിടിക്കുന്നത്. അത് അൺക്വാളിഫൈഡ് ഉള്ള ആൾക്കാരാണ് അധികം ചെയ്യുന്നത് തന്നെ, കേരളത്തിൽ ആയിക്കഴിഞ്ഞാലും ഇന്ത്യയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാലും. അപ്പൊ അതില് എപ്പോഴും ക്വാളിഫൈഡ് ഡോക്ടർ ആണോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അത് അദ്ദേഹം തന്നെ ചെയ്യുന്നുണ്ടോ നോക്കണം. കാരണം എത്രയോ കോർപ്പറേറ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെന്റേഴ്സ് ഉണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ളത്. അവര് ഒരു മുമ്പിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ജൂനിയർ ഡെർമറ്റോളജിസ്റ്റിനെ ആരും മുമ്പിൽ വെക്കും ലൈസൻസിന് വേണ്ടിയിട്ട്. പക്ഷെ ചെയ്യുന്നത് മിക്കവരും അൺക്വാളിഫൈഡ് ഉള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് അറിയില്ല. ഇപ്പൊ നമ്മള് ഒരു പേഷ്യൻസിനെ രോഗിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ചീപ്പായുള്ള റേറ്റ്, അതായത് ഒരു 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറിക്ക്, അതായത് കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയറിനാണെങ്കിൽ അത് നമുക്കറിയാം കോസ്മെറ്റിക് ആയിട്ടുള്ള ക്രീമിന് തന്നെ ചെറിയ നല്ല കോസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഈ കോസ്മെറ്റിക് സർജറി 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സർജറി, 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സിസേറിയൻ സെക്ഷന് 30,000-40,000 ചാർജ് ചെയ്യുന്ന നാട്ടില് 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സർജറി 50,000 രൂപക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സംതിങ് ഈസ് കോംപ്രമൈസ്ഡ് ആൻഡ് സംബഡി ഈസ് എ കൊമോഡിറ്റി. അത് അവിടെ ഒരു പേഷ്യന്റ് ആണ് ഒരു കൊമോഡിറ്റിയായി മാറുന്നത്. റേറ്റിന്റെ പേരിൽ കിട്ടുന്ന ഒരു സാധനമാണ് പേഷ്യന്റ് എന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് അതിനൊരു വ്യവസായമായി വളർത്തുകയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ നോക്കുക, അതിലെ പ്രിഡേറ്ററി മാർക്കറ്റിംഗ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു മറ്റതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തലയിൽ മുണ്ടിട്ടിട്ട് പോയിട്ട് ചെയ്യേണ്ട സർജറി പോലുള്ള കാര്യങ്ങള് അത് ആൾക്കാർ ആരും അറിയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇത് പരസ്യം ചെയ്തിട്ടാണ് ആൾക്കാർ കൊണ്ടുവരുന്നത്. അപ്പം ഫിലിം സ്റ്റാർസും യൂട്യൂബേഴ്സും എല്ലാവർക്കും ഇതിന് പരസ്യത്തിനുണ്ടാവുക. അതൊക്കെ നിങ്ങൾ ഒരു പ്രെഡേറ്ററി മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് സംശയിക്കേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ അദ്ദേഹം തന്നെയാണോ ചെയ്യുന്നത് കൂടി എൻഷുർ ചെയ്യണം. കാരണം പറയാൻ പറ്റില്ല അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. മുമ്പിൽ ഒരാളെ ഇരുത്തിയിട്ട് പറയുന്നത് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അധികം നടക്കുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്ക് മറ്റൊരു സംശയമുള്ളത് ഇതിൻ്റെ ഇപ്പോൾ പ്രൊസീജിയർ, ഇപ്പോൾ ഈ നമ്മൾ കണ്ട വാർത്ത പിന്നീട് അദ്ദേഹത്തിന് ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഇച്ചിങ്ങും വേദനയും ഉണ്ടായി. വേദന സഹിക്കാൻ കഴിയാതെയാണ് ഡോക്ടറെ വീണ്ടും സമീപിച്ചത്. അപ്പോൾ പെയിൻ കില്ലർ എടുത്താൽ മതി എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉണ്ടായിരുന്നത്. ഈ നോർമലി നമ്മളിങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഉണ്ടാകുമോ? ഹെയർ ട്രാൻസ്പ്ലാന്റ് ഈ പറഞ്ഞ ഒരു നെക്രോട്ടിസിൻ ഫേസിറ്റിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ, അതായത് ഒരു ഡെഡ് ടിഷ്യൂവിൽ ബാക്ടീരിയ വന്ന് അത് അവിടെ വളർന്നു വന്നിരിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആവുന്ന ഒരു കണ്ടീഷൻ ആർക്കും സംഭവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് വരാതിരിക്കാനുള്ള കെയർ പൊതുവെ ഒരു നല്ല രീതിയിൽ ചെയ്യുന്ന സെന്റേഴ്സുകൾ അത് ഫോളോ ചെയ്യും. വന്നാൽ തന്നെ അതിനെ എങ്ങനെയൊക്കെ പെട്ടെന്ന് പിടിച്ചു നിർത്താം. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ഒരു ഇമോജി ഇട്ടു എന്നാ പറഞ്ഞത്. ഓക്കെ, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റാഫിന്റെ അടുത്തും, കാരണം നമ്മൾ ഇത് ഫോളോ ചെയ്യുമ്പോൾ അത് പേഷ്യൻസ് ദിവസം മെസ്സേജ് അയക്കും ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണോ ഞാൻ പറയാം എല്ലാവരും നിങ്ങൾ വെറുതെ റിപ്ലൈ ചെയ്യരുത്, ഫോട്ടോ അയക്കുക. കാരണം ചിലപ്പോൾ അവര് വേദന, ആർക്കായാലും ചെറിയൊരു വേദന തന്നെയാണ്, വലിയൊരു വേദനയാണ്. പക്ഷെ ആ കണ്ടീഷൻ ഒന്ന് കാണിച്ചിട്ട് ഫോട്ടോ അയച്ചിട്ട് മാത്രം റിപ്ലൈ ചെയ്യേണ്ടതെന്ന് അവർ എനിക്ക് അയച്ചു തരും. ഞാനത് നോക്കിയിട്ടാണ് പറയാന്.
അപ്പൊ നമ്മള് ചില ഏരിയകളിൽ, അതായത് ഇങ്ങനത്തെ ഉള്ള ഒരു കണ്ടീഷൻ വരാന്ന് പറഞ്ഞാൽ നെക്രോസിസ് നടക്കുമ്പോഴാണ്, അത് തലയിൽ നമ്മൾ സ്ലിറ്റ് ഇടുക, അതായത് ഹെയർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഴികൾ വിടുമ്പോൾ നമ്മൾ ചിലപ്പോൾ രക്തക്കുഴലുകളൊക്കെ ചിലപ്പോൾ കട്ടായിന്ന് വരാം. സാധാരണ ഇപ്പൊ ഞാനിപ്പോ 6 വർഷമായി കേരളത്തിൽ ചെയ്യുന്നുണ്ട്, ഇതുവരെ ഈ നെക്രോസിസ് ഫെസിലിറ്റി സംഭവിച്ചിട്ടില്ല. അപ്പം അത് ആർക്കും വരാമെന്നുള്ളൊരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് അസഹനീയമായ വേദന, അതായത് ഡോണർ ഏരിയ, നമ്മുടെ പിറകിന്റെ ഭാഗത്ത് അധികം പേരും പറയാറുണ്ട് എടുത്ത ഭാഗത്ത് കിടക്കുമ്പോ തട്ടുമ്പോ വേദനയുണ്ട്. ഇവിടെ സാധാരണ നമ്മള് സ്പർശിക്കാതെ തന്നെ അവിടെ ഭയങ്കരമായിട്ട് വേദനിക്കുക. ആ ഏരിയ മൊത്തമായിട്ട് ഒരു ഡാർക്ക് ഹ്യൂ, റെഡിഷ് ടു ഡാർക്ക്, അതായത് ചുവക്കുക, അതേസമയം തന്നെ നടുക്കുന്ന കറുപ്പ് വരാൻ തുടങ്ങുക, ആ രീതിയിലേക്ക് പോവുക, ചുറ്റും നീര് വരിക, കണ്ണിലേക്ക് നീര് വരുന്നത് സാധാരണയായിട്ട് കാണുന്നതാണ്. പക്ഷെ ആ ഒരു ഏരിയ മാത്രം ഡാർക്കായിട്ട് നിൽക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ രക്തോട്ടം കുറവുണ്ട്. രക്തോട്ടം കുറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ ഇമ്മ്യൂൺ സെൽസ് അവിടെ എത്തില്ല. അവിടെ ഒരു ടിഷ്യൂ, അതായത് കൾച്ചർ ചെയ്യാനുള്ള ബ്ലഡ്, അവിടെ ബ്ലഡ് നമ്മൾ സാധാരണയായി ബാക്ടീരിയ ഒക്കെ കൾച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ബ്ലഡ് അവിടെയുണ്ട്, രക്തോട്ടം വരുന്നില്ല, അവിടെ ബോഡിയുടെ പടയാളികൾ, ഇമ്മ്യൂൺ സെൽസ് അവിടെ എത്തുന്നില്ല. അപ്പൊ അവിടെ ബാക്ടീരിയകൾ വളരാനുള്ള സാഹചര്യമുണ്ട്. രക്തോട്ടം കുറവാകുമ്പോൾ സാധാരണ നമ്മൾ അറ്റാക്ക് വരുന്നതുകൊണ്ട് രക്തോട്ടം കുറയുന്നതാണ് പെയിൻ വരുന്നത്. അതുപോലുള്ളൊരു പെയിൻ തലയിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തായാലും ഡോക്ടറെ ഒന്ന് ഇനി വാട്സാപ്പിലൂടെ അയച്ചില്ലെങ്കിൽ നേരിട്ട് പോയി കാണിക്കുക. ആ ഡോക്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ളൊരു ഡോക്ടറെ കാണിക്കുക. ഇത് ജനറൽ സർജൻ ആയി കഴിഞ്ഞാൽ അവരാണ് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുക. സാധാരണ ഇത് തലയിലല്ല ഉണ്ടാവാറ്. കാലില് ഡയബറ്റിക് ഫുട്ട് ഉള്ളവർക്ക് അത് പഴുത്ത് മസിലുകളൊക്കെ, കാലിന്റെ മസിലുകളൊക്കെ തുറന്ന രീതിയിലാണ് ഈ നെക്രോട്ടിക് ഫെസിലിറ്റീസ് ഉണ്ടാവാറ്. ഇപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രചാരമാവുകയും അൺക്വാളിഫൈഡ് ആൾക്കാർ കൂടുതലായിട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ തലയിലൊക്കെ കണ്ടു തുടങ്ങുന്നത്. അപ്പൊ നമ്മൾക്കൊരു ഭയങ്കരമായി എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്ന് പറഞ്ഞ അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഡോക്ടറെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനറൽ സർജന്മാർ അത്രയും എക്സ്പേർട്ട് ആയ ആൾക്കാരാണ്, അവരാരെങ്കിലും ഒന്ന് കാണിക്കുക. നിങ്ങൾ ആ ഒരു ക്ലിനിക്കിൽ നിന്നുള്ള ഡോക്ടറെ ഒരു വാട്സാപ്പിലാണ് കോൺടാക്ട് ചെയ്യുന്നത്, നേരിട്ടൊന്ന് പോയി കാണിക്കുക. കാരണം ഇതൊരു എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് ഡാമേജ് കുറക്കാവുന്നതാണ്. അപ്പോൾ സാധാരണ ഒരു ബ്ലാക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുടി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നമ്മൾ സാധാരണ രക്തം കോറിക്കാനും ക്രസ്റ്റ് ആവും, അത് സൂപ്പർഫിഷ്യൽ ആണ് ഉണ്ടാവുക. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഏരിയ മൊത്തമായിട്ടൊരു ഡാർക്കായി നിൽക്കുമ്പോഴാണ് അത് നെക്രോട്ടിക് ഫെസിലിറ്റീസ് ആണോ, സ്കാൽപ്പ് നെക്രോസിസിലേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ സംശയിക്കേണ്ടി വരിക. ഡോക്ടർ, ഒരു ചോദ്യം കൂടെ ചോദിച്ചു ഡോക്ടറെ ഫ്രീ ആക്കിയേക്കാം. ഇദ്ദേഹം ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിലായി കണ്ട ആ കേസിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അങ്ങോട്ടേക്ക് ആകർഷിച്ചത് ഈ പേരും പെരുമയും അതിനപ്പുറത്തേക്ക് കുറഞ്ഞ ചെലവിൽ ഇത് ചെയ്യാം എന്നുള്ളതാണല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ ആരായാലും കുറഞ്ഞ ചെലവിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. മിനിമം ആളുകളുടെ ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, മിനിമം ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷന്റെ ചെലവ് എത്രത്തോളം വരും? ഇപ്പോൾ 50,000 രൂപയാണ് അദ്ദേഹം ചെലവഴിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ വിഷയത്തിൽ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയ സമയത്ത് ഇത് അതിലും യൂട്യൂബേഴ്സ് ആണ് ഇതിന്റെ പിറകിൽ ഉണ്ടാവാൻ. ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ കുറെ സഫാരികളും ഗൈഡുകളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഇങ്ങനെ ഉള്ള യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പം അവര് ഒരു കമ്മീഷൻ ഏജന്റ് പോലെയാണ് വർക്ക് ചെയ്യാൻ. ഈ കേരളത്തിൽ ഏറ്റവും പ്രശസ്തനായ ഡോക്ടർ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ട് അവര് പറയുന്നത് കേട്ടിട്ടാണ് പേഷ്യൻസ് പോവാന്. അപ്പം അതില് ഞാൻ ഈ ഒരു റേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ 15 രൂപ പെർ ഗ്രാഫ്റ്റിന് ചെയ്തു തരുമെന്ന് പറഞ്ഞ സെന്റർ ആൾക്കാരുടെ എണ്ണം നിയന്ത്രിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ആ വ്യാജന്മാരുടെ വ്യാജമാണിക്യം എന്നുള്ള രീതിയിൽ പറയാണ്. അവർ 100 രൂപ പെർ ഗ്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. ഒരു ഡെർമറ്റോളജിസ്റ്റോ പ്ലാസ്റ്റിക് സർജനോ ചെയ്യുന്നതിനേക്കാൾ റേറ്റ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ റേറ്റ് ഒരിക്കലും ഇതിൽ മാനദണ്ഡമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റേറ്റ് കൂടിയാലും നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്നാലും വളരെ ചീപ്പാകുമ്പോൾ എന്തായാലും ഉറപ്പിക്കാൻ പറ്റും അത് എന്തായാലും ഒരു കുറച്ച് ജെന്യൂൻ അല്ല എന്നുള്ളത്. ഒരു സാധാരണ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജന് ഏകദേശം 1 ലക്ഷം ആ രീതിയിലാണ് ആവറേജ് ചാർജ് ചെയ്യാന്. അപ്പം അതില് ഗ്രാഫ്റ്റിനനുസരിച്ചിട്ട് ഒരാൾക്ക് ചെറിയൊരു ഏരിയ മാത്രം ഇവിടെ മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയൊന്നും വരില്ല. അതേസമയം വലിയൊരു ഏരിയ വരുമ്പോൾ അതിനേക്കാൾ കൂടും. അപ്പം ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റ്, ഞാനിപ്പോ ഒരു 5-6 വർഷം മുമ്പ് ഒരു ഗ്രാഫ്റ്റ് വെച്ചിട്ടാണ് പറയാൻ, മുടിന്റെ ഓരോ ഏകൾക്ക് പോലും റേറ്റ് ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ ആൾക്കാർ മുടി കൊയ്യുമ്പോൾ അത്രയും വില മുടിയാണ് പോകുന്ന രീതിയിൽ പറയുന്ന രീതിയിൽ തമാശാക്കാറുണ്ട്. അപ്പം സാധാരണ ഒരു ഗ്രാഫ്റ്റിൽ 1, 2, 3 മുടി ഉണ്ടാവും. ഒരാൾക്ക് ഒരു ഹെയർ ലൈൻ വെക്കാൻ ഒരു 2000-2500 ഗ്രാഫ്റ്റ് മതിയാവും. ഒരു മിഡ് സ്കാൽപ്പ് വരെ മൊത്തം കഷണ്ടി ആയാലും നമ്മൾ ഇവിടെ ഇത്ര ഒരു ഏരിയ വെച്ച് കൊടുത്താൽ തന്നെ മൊത്തം കവറായി കിട്ടും. അതിനൊരു 3500 ഗ്രാഫ്റ്റ് വരെ വേണ്ടി വരാം. അപ്പം അതൊരു എന്താണ് ഒരു 1 lakh to 1.5 lakh വരെ ഒരു സാധാരണ ഒരു നല്ല രീതിയിൽ ചെയ്യുന്ന സെന്ററിൽ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പല മെത്തേഡുകളുണ്ട്. അതിനനുസരിച്ചിട്ട് കോസ്റ്റുകൾ കൂടുകയും ചെയ്യും. പക്ഷേ ഈ റേറ്റിൽ തന്നെ ഞാനിപ്പോ അറിയാൻ സാധിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു യൂട്യൂബർ ഇപ്പൊ അടുത്ത് ചെയ്തു,
അപ്പം ഇപ്പൊ ഇങ്ങനെയുള്ള സെന്റേഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിലിം സ്റ്റാർസിനെ വെച്ചിട്ടും യൂട്യൂബേഴ്സിനെ വെച്ചിട്ടൊക്കെയാണ് പരസ്യം ചെയ്യാന്. അത്ര ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആ ഒരു യൂട്യൂബറിന് ചെയ്ത ഡോക്ടർ ചെയ്യണമെങ്കിൽ 100 പെർ ഗ്രാഫ്റ്റ് എന്ന രീതിയിലാണ് ചാർജ് ചെയ്യുന്നത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും റേറ്റ് മാനദണ്ഡമാക്കാൻ പറ്റില്ല. കാരണം ഇതൊരു കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ആണ്. ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വില കൂടിയ മരുന്നാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു ഫീൽഡാണ് കോസ്മെറ്റിക് ഫീൽഡ്. അതുകൊണ്ട് തന്നെ എപ്പോഴും കാരണം ആ ഒരു 100 രൂപ പെർ ഗ്രാഫ്റ്റ് ഉള്ള ഡോക്ടറിന് കേരളത്തിൽ സർജറി ചെയ്യാനുള്ള ലൈസൻസ് പോലും ഇല്ല. പക്ഷെ കേരളത്തിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടാണ്. ഒന്ന്, ഈ റേറ്റ് കുറഞ്ഞ് അന്വേഷിക്കുന്ന പേഷ്യൻസും. രണ്ട്, ഇതുപോലെ ഒരു ഈ പറഞ്ഞ ലൈസൻസ് ഇല്ലാത്ത ഡോക്ടർ കേരളത്തിൽ വന്ന് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെങ്കിൽ അതിന് കൂട്ടു നിൽക്കുന്ന ഒരു അധികാരികളും അതിനെ മാനിക്കാതെ ആ ഒരു ഗൈഡ് ലൈൻസിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാത്ത അതോറിറ്റീസും ഇതിൽ ഉത്തരവാദികളാണ്. തീർച്ചയായിട്ടും. വളരെയധികം നന്ദി ഡോക്ടർ റസ്മിൻ ഞങ്ങളോട് ഈ സമയത്ത് സംസാരിച്ചതിന്. ഡോക്ടർ ബസന്ത് തുടരുന്നുണ്ട്. ഡോക്ടർ ബസന്ത്, ഈ കോസ്മെറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഈ ബ്യൂട്ടി പാർലറുകളിൽ പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാം ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഞങ്ങൾ എത്ര പേർക്ക് ചെയ്തിരിക്കുന്നു എന്നായിരിക്കും ചിലപ്പോൾ തരുന്ന വാഗ്ദാനം. ഈ വലിയ ചതിക്കുഴികൾ ഇതിന് പിന്നിലുണ്ട്. പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ പ്രശ്നമൊന്നും ഇല്ല എന്ന് കണ്ടിട്ടാണ് പിന്നെയും ഇതിലേക്കൊക്കെ പോകുന്നത്. ഇത് എവിടെ നിന്ന് തുടങ്ങണം ഈ ബോധവൽക്കരണം എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഹലോ. കേൾക്കാം, പറയൂ ഡോക്ടർ. ശരിക്കും പറഞ്ഞ ഈ കോസ്മെറ്റോളജി ക്ലിനിക്സ് എന്ന് പറഞ്ഞ് പല സലൂൺസും പണ്ടത്തെ ബ്യൂട്ടി പാർലേഴ്സ് ഇപ്പം മാറി കോസ്മെറ്റിക് ക്ലിനിക്സ് ആയി മാറുന്നവര് അവരെല്ലാരും മോസ്റ്റ് ഓഫ് ദം വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ പല ഡോക്ടേഴ്സും അല്ലെ പല റാൻഡം ക്ലിനിക്സും ട്രെയിനിങ് എന്ന് പറഞ്ഞ് നടത്തി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും, സെയിങ് ദാറ്റ് ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ഞങ്ങൾ പഠിപ്പിക്കും. അപ്പം പല സ്ഥലങ്ങളും ചൈനയിൽ നിന്നൊക്കെ ആണെങ്കിലും വില കുറഞ്ഞ മെഷീൻസ്, 1 ലക്ഷം രൂപ താഴെയുള്ള മെഷീൻസും കൊണ്ട് അവർ വന്ന് ആ മെഷീൻ ട്രെയിൻ ചെയ്ത് റാൻഡമായിട്ട് പല മെട്രോസിലും പല മെഷീൻസും കൊണ്ടുവച്ച് അത് കാണിക്കും, ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അതിന്റെ ട്രെയിനിങ്ങും റാൻഡമായിട്ട് വ്യാജന്മാര് അവരെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പം അവരുടെ സർട്ടിഫിക്കറ്റ് ഉള്ളപ്പോൾ അവരുടെ വിശ്വാസം അവർക്ക് ഇതെല്ലാം ചെയ്യാൻ അവർക്കൊന്ന് യോഗ്യത ഉണ്ടെന്ന് ഓർത്തുകൊണ്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. ഈ മെഷീൻസ് വാങ്ങിക്കും. ഈ പ്രൊസീജിയേഴ്സ് നോർമലി ഒരു 3000 റുപ്പീസ് 5000 റുപ്പീസിന്റെ പ്രൊസീജിയർ 500-1000 രൂപയ്ക്ക് വില കുറച്ച് ചെയ്യും. ഈ റേറ്റ്സ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യന്റിന്റെ വിചാരം ആ പ്രൊസീജിയർ അവിടെ ചെയ്യുന്നതോ ഇവിടെ ചെയ്യുന്നതോ ഒരുപോലെയാണെന്ന് ഓർത്തുകൊണ്ട് പലരും ബ്യൂട്ടി പാർലേഴ്സിൽ തന്നെ ഈ പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്യും. അവിടെ ഒരു ബുദ്ധിമുട്ട് കിട്ടി കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിയുമ്പോഴാണ് അവര് ശരിക്കും പറഞ്ഞ സ്കിൻ ഡോക്ടറിനെ വന്ന് കാണുന്നത്. അപ്പോഴും അവര് പറഞ്ഞത് അവരൊരു ബ്യൂട്ടീഷ്യനാണല്ലോ, അവർക്ക് തെറ്റ് പറ്റും എന്നാണ് അവരുടെ ഒരു ന്യായീകരണം. തീർച്ചയായിട്ടും. പിന്നെയുള്ള ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു അരമണിക്കൂർ സംസാരത്തിൽ ഒതുങ്ങുന്നതല്ല ഈ വിഷയം. അത്രത്തോളം വൈഡായിട്ടുള്ള വിഷയമാണ്. വീണ്ടും നമുക്ക് ഈ വിഷയം എടുക്കണം, ആളുകളിലേക്ക് കൂടുതലായി ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് എത്തിക്കണം. വളരെയധികം നന്ദി ഡോക്ടർ ബസന്ത് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.